ഹായ് സുഹൃത്തുക്കളെ, ഇന്നൊരു പാചകത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇന്ന് മാർക്കറ്റിൽ പോയപ്പോൾ കുറച്ച് കണവ കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്നൊരു വീഡിയോ ചെയ്താലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ കണവ മേടിച്ചു. കണവ ഞങ്ങൾ വെക്കുന്നതെന്ന് വെച്ചാൽ ചിക്കൻ വെക്കുന്ന കണക്കാണ് കണവ വെക്കുന്നത്. നമുക്ക് എന്തായാലും കണവ വൃത്തിയാക്കിയെടുക്കാം. നല്ലതുപോലെ വൃത്തിയാക്കിയെടുക്കണം. അതിൻ്റെ മഷിയൊക്കെ കളഞ്ഞ് അതിൻ്റെ മേളിലൊരു ഇതുണ്ടല്ലോ അതൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി നല്ലോണം വൃത്തിയാക്കണം. അതിൻ്റെ തലയ്ക്കകത്തൊരു ഇതുണ്ട്, അതിങ്ങനെ നമ്മളിങ്ങനെ തല ഇങ്ങനെ ഞെക്കി കൊടുക്കുമ്പോൾ അതിന് പോരും. അതെടുത്ത് കളഞ്ഞ് നല്ലതുപോലെ വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ നല്ലോണം കഴുകണം കേട്ടോ. നല്ല വൃത്തിയായിട്ട് കഴുകണം. ഇവിടെ എൻ്റെ അണ്ണനാണ് ഈ കണവ ചിക്കൻ പോലെ വെച്ച് കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഏറ്റവും ഇഷ്ടം. പൊരിക്കുന്നേക്കാഴി ഇതിങ്ങനെ ചിക്കൻ പോലെ നമ്മൾ ചിക്കൻ കറി വയ്ക്കുന്ന നമുക്കെല്ലാം പുരട്ടി വെച്ചാൽ നല്ല സൂപ്പറാണ്, നല്ല രുചിയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്നിട്ട് നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകണം. നല്ലോണം ഒരു 3-4 വെള്ളത്തിൽ നല്ലോണം കഴുകണം. വൃത്തിയാക്കിയിട്ട് ചെറിയ പീസായിട്ട് അരിയണം. നല്ല ചെറിയ പീസായിട്ട് അരിഞ്ഞ് വെച്ചതിന് ശേഷം നമുക്ക് ഇതിനാവശ്യമായ സാധനമെന്ന് വെച്ചാൽ ഇത്രയും ചടയിന് ഞാൻ എടുത്തത് ഒരു 3 കപ്പ് പുളി എടുത്തിട്ടുണ്ട്, ഒരു 3 പച്ചമുളക്, ഒരു തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി ആവശ്യത്തിന്, ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച്. എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാണ്. അത് ഞാൻ കഴുകി ഞാൻ കൊച്ചായിട്ട് അരിഞ്ഞ് വെച്ച് നല്ല വൃത്തിയാണ്. എന്നിട്ട് ചീനിച്ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ച് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവ് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് ഇഞ്ചി ഇട്ട് ഇഞ്ചി വാടുമ്പോഴത്തേക്ക് നമുക്ക് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് 2 കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കണം. നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് ചുമന്ന് വരും. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ 3 പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടി ഈ 3-4 സാധനം കൂടി ഒന്ന് ചുമന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ഉള്ളി അതിൽ തട്ടിയിട്ട് വാട്ടുക. അതിനകത്ത് കുറച്ച് ഉള്ളി വാടി വരാൻ ഇത്തിരി നമ്മൾ ഉപ്പും കൂടി ഇട്ടൊന്ന് ഉപ്പും കൂടി ആ ഉള്ളിയിലിട്ടാൽ നല്ലതുപോലെ പെട്ടെന്ന് വാടും. അതിനുശേഷം നമ്മൾ മുളക് പൊടി 1.5 സ്പൂൺ മുളക് പൊടി ഇടുക. പിന്നെ മല്ലിപ്പൊടി ഇടുക, 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടാൽ മതി. പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ പച്ചമണം മാറാൻ നല്ലപോലെ ഇളക്കണം. ഇതിൻ്റെ കാര്യം ചെയ്യുക, തീ കുറയ്ക്കുക. ഈ സമയത്ത് തീ കുറയ്ക്കണം. നമ്മൾ മുളകും മല്ലിപ്പൊടി ഈ പൊടികൾ ചേർക്കുന്ന സമയത്ത് തീ കുറച്ചില്ലെങ്കിൽ കരിഞ്ഞു. പിന്നെ നമ്മൾ മസാലപ്പൊടി, ചിക്കൻ മസാലപ്പൊടി ഒരു 1/4 സ്പൂൺ ഇടുക. 1/4 സ്പൂൺ ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കണം. ഇളക്കി അതിൻ്റെ ഒരു പച്ചമണം മാറിയിടുമ്പോൾ നമ്മളൊരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ആ തക്കാളിയും കൂടി അതിലിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം നമ്മുടെ ചടയൻ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പിന്നെ അത് ഇതിനകത്ത് ഇടുക. അത് നല്ലതുപോലെ ഇളക്കുക. നമ്മളിവിടെ ചടയനെന്നും പറയും, കണവയെന്നും പറയും. അങ്ങനെ കണവ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കുക കേട്ടോ. നല്ല വൃത്തിയാണ്. നല്ലോണം അതിൻ്റെ അരപ്പെല്ലാം അതിലൊന്ന് പിടിക്കുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കുക. അരപ്പെല്ലാം അതിൽ പിടിക്കണം. തീ കുറച്ച് വെച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി നല്ല അടിപൊളിയായിട്ടൊന്ന് ഇളക്കുക കേട്ടോ. ഇളക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ആവശ്യത്തിന് 1/4 കപ്പ് വെള്ളം മതി. തോന്നിയൊന്നും വേണ്ട, കുറച്ച് വെള്ളം മതി. കാര്യം എന്ന് വെച്ചാൽ ഈ ചടയന ഈ കണവയ്ക്കകത്ത് വെള്ളമുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട, എന്നാലും നമുക്ക് അതൊന്ന് വെന്ത് വരണ്ടേ, അടിക്കൊന്നും പിടിക്കണ്ട. അപ്പോൾ ആ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മളങ്ങ് അടച്ച് വെക്കുക. അടച്ച് വെച്ച് ചെറിയ തീയിൽ നല്ലതുപോലെ വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി നോക്കണം. ഇതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കണം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇതിൽ ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല അടിപൊളി ഇട്ടിട്ട് നല്ല ടേസ്റ്റ്, സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ചെറിയ തീയിൽ വെച്ച് അതൊന്ന് നല്ല വൃത്തിയാണ് പറ്റി വരും. അപ്പോൾ നിങ്ങൾ വലിയ തീ ഇട്ട് കൊടുക്കരുത്. പറ്റി വന്ന് എൻ്റെ കറി സെറ്റായിട്ടുണ്ട്. നല്ല അടിപൊളി മണവും അടിപൊളി രുചി. എല്ലാവരും വെച്ച്